ഇന്ന് നമുക്ക് വീറ്റ് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ്. ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മെത്തേഡിലാണ് ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ആദ്യം നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. ഈ ഒരു പൊടി ഞാൻ ഗോതമ്പ് വാങ്ങിച്ചിട്ട് നന്നായി കഴുകി ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ. വെറും ഗോതമ്പും വെച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കിയാൽ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് കുറച്ച് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ചേർക്കുന്നില്ലെങ്കിൽ ചേർക്കണ്ട, മുട്ടയും കൂടി ചേർത്താൽ നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചൊരു ലൂസിൽ കുഴച്ചെടുക്കുക. ഇളം ചൂടിലെ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് ഞാൻ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം പറയാം. ഓരോ പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവൊക്കെ മാറ്റം വരും. നിങ്ങളിപ്പോൾ 1 കിലോ പൊടി വരെ എടുക്കുന്നുണ്ടെങ്കിൽ 1 മുട്ട ചേർത്ത് കൊടുത്താൽ മതി. 2 കിലോ പൊടിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ 2 മുട്ട ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആ ഒരു അളവിൽ ഉണ്ടാക്കിയാൽ മതി. മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചൊരു ലൂസിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്, കുറച്ചൊരു ലൂസിൽ കുഴച്ചെടുക്കുക. ഈ കപ്പിന് 1 കപ്പ് ഇളം ചൂടുവെള്ളമാണ് എനിക്ക് ഈ മാവ് കുഴക്കാനായിട്ട് ആവശ്യം വന്നത്. ഇനി നമുക്ക് ഈ മാവൊന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം. മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ആദ്യം ഒന്ന് ഇതുപോലെ കുഴക്കുക. ഇനി ഇതിൽ നിന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുളകളാക്കുന്നത് പോലെ ഓരോ ഉരുളകളാക്കി മാറ്റാം. ഒരു ഉരുള ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പൊടിയിൽ നമുക്ക് മുക്കിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. തമ്മാമിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പൊടിയിൽ മുക്കുന്നത്. ഗോതമ്പ് പൊടി തന്നെയാണ് ഞാൻ എടുത്തത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാവ് മുഴുവനും നമുക്ക് ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുക്കാം. മാവ് മുഴുവനും ഞാൻ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. 2.5 കപ്പ് പൊടി കൊണ്ട് നമുക്ക് 12 പൊറോട്ടയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. നിങ്ങൾക്കിപ്പോൾ പൊറോട്ടൻ്റെ എണ്ണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പൊടിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇനി നമുക്കിത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കണം. ഇനി ഈ ഉരുളകളെല്ലാം നമ്മൾ മാവ് കുഴച്ച ആ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അടച്ച് വെക്കണം. ഓരോന്നോരോന്ന് എടുത്തിട്ട് പരത്തിയാൽ മതി. തുറന്ന് വെക്കരുത്. തുറന്ന് വെച്ചാൽ പിന്നെ മുകൾ ഭാഗം ഹാർഡായി പോവും. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം. മാവ് പരത്തുന്നതിന് മുമ്പേ നമുക്ക് അതിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ബട്ടറും ഓയിലും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ബട്ടർ ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ ഗീയോ ഡാൽഡിയോ എടുത്താൽ മതി. ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബട്ടറും ഓയിലും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് മാവൊന്ന് പരത്തിയെടുക്കാം. മാവൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൊടി തൂക്കി കൊടുക്കാം. ആട്ടപ്പൊടി തന്നെയാണ് ഞാൻ തൂക്കി കൊടുക്കുന്നത്.
ഇനി നമ്മൾ ഉരുളകളാക്കി വെച്ച ഓരോ ഉരുളകളും എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് നേരിയതായിട്ട് പരത്തൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുത്താൽ മതി. പരത്തുന്ന സമയത്ത് ഇതിൽ പൊടി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ, ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഒരുപാട് നേരിയതൊന്നും ആക്കണ്ട. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് മുമ്പ് പ്ലേറ്റിൻ്റെ അടിയിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബട്ടറും ഓയിലും കൂടി കുറച്ച് ഇതിലേക്ക് ആക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പരത്തിയ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 2 ടീസ്പൂൺ വീതം ബട്ടറിൻ്റെ മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ശരിക്കും ആവണം. എല്ലാ ഉരുളകളും നമുക്കിതുപോലെ പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ബട്ടറിൻ്റെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതും നമുക്കിതുപോലെ ചെയ്യാം. അല്പം മാവ് തൂക്കി കൊടുക്കുക. ഓരോ ഉരുളകളും എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ചപ്പാത്തിയും ഞാൻ ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. അതും നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബട്ടർ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പരത്തുന്ന സമയത്ത് പൊടി കൂടിപ്പോയാലൊന്നും ഒന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ബട്ടർ മുഴുവനൊന്നും ഈ പൊറോട്ടയിലേക്ക് ആവില്ല. ഇതുപോലെ സൈഡിൽ വന്ന് നിൽക്കും. അന്നേരം നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാവുന്നതാണ്. അധികം ഓയിലൊന്നും ആവില്ല ഈ പൊറോട്ടക്ക്. ഉരുളകൾ മുഴുവനും പരത്തിയിട്ട് അതിലേക്ക് ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്തത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ചപ്പാത്തിക്ക് ഞാൻ ബട്ടർ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അത് നമുക്ക് ഈ എണ്ണയൊക്കെ ഇങ്ങോട്ട് എടുത്തതിന് ശേഷം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത എണ്ണയിൽ നിന്ന് പകുതിയോളം എണ്ണ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നമ്മൾ ഇതിലേക്ക് ആക്കിയത് പകുതിയും നമുക്ക് ഇതുപോലെ ഇങ്ങോട്ട് എടുക്കാം. ഇതിൽ അധികം എണ്ണയൊന്നും ആവില്ല. പകുതിയോളം ഞാൻ അതിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ മുകളിലത്തേൽ കുറച്ച് ബട്ടർ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കൈക്കാവും, അതുകൊണ്ടാണ് ഞാനിത് ലാസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കുറച്ചും കൂടി നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ബട്ടർ മിക്സ് ഇതുപോലെ തന്നെ സൈഡിലേക്ക് വരും. ഇനി നമുക്കിതൊരു അരമണിക്കൂർ അടച്ചു വെക്കാം. അതിനുശേഷം പൊറോട്ട റെഡിയാക്കിയെടുക്കാം. ഞാൻ ഇതിനു മുമ്പേ മൈദപ്പൊടിയോട് ഉണ്ടാക്കുന്ന പൊറോട്ടൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈദപ്പൊടിയോട് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ പരത്തിയിട്ടാകുമ്പോൾ 1 മണിക്കൂറാണ് അടച്ചു വെക്കേണ്ടത്. ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് അരമണിക്കൂർ മാത്രം അടച്ചു വെച്ചാൽ മതി. ആട്ടപ്പൊടി കൊണ്ട് ഇതുപോലെ ചപ്പാത്തി പരത്തിയാൽ സോഫ്റ്റായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ആട്ടപ്പൊടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. അതുകൊണ്ട് അരമണിക്കൂർ മാത്രം വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ ഇതുപോലെ അടച്ചു വെക്കാം. തുറന്ന് വെക്കരുത്. തുറന്ന് വെച്ചാൽ പിന്നെ ഇത് ഹാർഡായി പോവും. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പൊറോട്ട ഉണ്ടാക്കാനുള്ള ചപ്പാത്തി നമ്മൾ അടച്ചു വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട റെഡിയാക്കി എടുക്കാം. വീണ്ടും ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ഓയിൽ വന്ന് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ആദ്യം ഇങ്ങോട്ട് എടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ ചപ്പാത്തിയും വലിച്ച് ചുറ്റിച്ചെടുക്കാം. നമ്മളിപ്പോൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് വീശും എന്നൊക്കെ പറയുന്നില്ല, ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ എത്തിയത്. ഇതുപോലെ ഓരോന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. പിന്നെ ഒരുപാട് ടൈം ഇതുപോലെ വെക്കരുത്. മാക്സിമം ഒരു 3/4 മണിക്കൂർ മാത്രമേ വെക്കാവൂ. കൂടുതൽ ടൈം വെച്ചാൽ പിന്നെ നമുക്ക് ഇതുപോലെ വലിച്ചെടുക്കാൻ പറ്റില്ല. എല്ലാം കൂടെ ഒന്നിച്ച് ഒട്ടിപ്പിടിച്ചു പോകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ ആയപ്പോൾ തന്നെ
ഇത് ഇതുപോലെ വലിച്ചെടുക്കാൻ തുടങ്ങി. ഒരു 3/4 മണിക്കൂറോളം മാത്രമേ വെക്കാവൂ. ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് പരത്തി ചുട്ടെടുത്താൽ മാത്രം മതി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം നമുക്കിതുപോലെ വലിച്ച് ചുറ്റിച്ചെടുക്കാം. അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ഈസിയാണ് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ. നമ്മളിപ്പോൾ അരമണിക്കൂർ ഇതുപോലെ പരത്തി വെക്കുന്ന ആ ഒരു ടൈം മാത്രമേ അധികമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്രയും പണിയേ ഉള്ളൂ. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് ഈ ഒരു മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പൊറോട്ടൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ ചപ്പാത്തിയും വലിച്ചെടുത്ത് ഞാൻ ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോ ചുറ്റിച്ചെടുത്ത ചപ്പാത്തിയും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ കൈ കൊണ്ട് പരത്തുക, അല്ലെങ്കിൽ പ്രസ്സിലിട്ടിട്ട് ഒന്ന് അമർത്തിയാലും മതി. ഒരു പൊറോട്ട ഞാനിവിടെ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പരത്തിയ പൊറോട്ട ഇട്ട് കൊടുക്കാം. ആദ്യം പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. രണ്ടാമതും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചു ഇട്ടിട്ട് വേണം പൊറോട്ട വേവിച്ചെടുക്കാൻ. പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് അല്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബട്ടർ മിക്സ് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ എണ്ണയൊന്നും ആക്കുന്നില്ല. എണ്ണ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. അടുത്തതും നമുക്കിതുപോലെ തന്നെ പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്ത് കയ്യിൽ വേണമെങ്കിൽ അല്പം ബട്ടർ മിക്സ് ആക്കി കൊടുക്കാം. പ്രസ്സിൽ അമർത്തിയാലും മതി. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അടുത്തതും പരത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ചുട്ടെടുക്കാം. ആദ്യം വേഗം തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തു മാറ്റാം. അടുത്തത് ഇട്ട് കൊടുക്കാം. 5 പൊറോട്ടയൊക്കെ ചുട്ടെടുത്തിട്ട് നമുക്ക് ഒന്നിച്ചിട്ട് അടിച്ചെടുക്കാം. 5 പൊറോട്ട ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ചൂടോടെ തന്നെ അടിച്ചെടുക്കണം. ഇനി ഒന്ന് തിരിച്ചു വെച്ചിട്ടും കൂടി അടിച്ചു കൊടുക്കാം. പൊറോട്ട ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ പരത്തി ചുട്ട് അടിച്ചെടുക്കാം. പൊറോട്ട മുഴുവനും ചുട്ടെടുത്ത് ഞാനിവിടെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ ബട്ടർ ചിക്കൻ കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. ബട്ടർ ചിക്കൻ കറിൻ്റെ വീഡിയോ ഞാനിതിന് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. നല്ല ഈസിയാണ് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ. ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ്. നല്ല സോഫ്റ്റുമാണ് ഈ ഒരു പൊറോട്ട. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഒരുപാട് ഓയിലൊന്നും ഇതിലാവില്ല. നല്ല ഹെൽത്തിയും കൂടിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്